ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പത്മയ്ക്ക് CCTV ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ അതിൽ ആ ദൃശ്യം കാണുന്നില്ല കേട്ടോ. എന്നാൽ സൂര്യക്കാണെങ്കിലോ വളരെ ദേഷ്യമാവാണ്. സൂര്യ ആ CCTV ദൃശ്യം വീണ്ടും വീണ്ടും നോക്കുകയാണ്. പക്ഷെ ആ ഒരു ഭാഗം മുതൽക്ക് അങ്ങ് കാണുന്നില്ല. പിന്നീടുള്ള ദൃശ്യങ്ങളുണ്ട് കേട്ടോ. ഇത് കാണുന്നതിനോടുകൂടി സൂര്യ അവിടെ ഇരിക്കുന്ന ഓരോ സാധനങ്ങൾ എറിഞ്ഞ് ഉടക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്ന നന്ദിനി ചോദിക്കുകയാണ്, സൂര്യ സാർ മറ്റുള്ളവരോട് ഇതുള്ള ദേഷ്യം ഇതിൽ തീർക്കുന്നത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ, അല്ല അവളെ അങ്ങ് വിട്ടാൽ ശരിയാവില്ല, അവൾ ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഈ കുടുംബത്തെ എല്ലാവരെയും കൊല്ലും, അതിന് സപ്പോർട്ടായി എൻ്റെ അമ്മയുണ്ട്, അതുകൊണ്ട് തന്നെ ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന നന്ദിനി ചോദിക്കുകയാണ്, ഇനി ഇതങ്ങനെ വിട്ടേക്ക് നന്ദിനി, നീ നിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം പിടിക്കുന്നത്. ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ എന്തെല്ലാം പീഡനങ്ങൾ നീ അനുഭവിച്ചു. എന്നോട് രാജു എണ്ണി ഓരോ കാര്യങ്ങളും പറഞ്ഞു. എന്നാൽ അതിലൊരു കാര്യം രാജു പറഞ്ഞു, നീ എന്നെ കാണാൻ വേണ്ടി പത്മാമ്മയുടെ അതായത് എൻ്റെ അമ്മ എന്ന് പറയുന്ന അളകനന്ദയിലെ പത്മയില്ല, അവർ നിന്നെ ഈ വീട്ടിൽ നിന്നും ഇന്ദ്രജയും കൂടി ഇറക്കാൻ നോക്കുമ്പോൾ നീ ആ സമയം എന്നോട് എൻ്റെ അമ്മയോട് വിരൽ ചൂണ്ടി സംസാരിച്ചെന്നും ഇന്ദ്രജയുടെ അതായത് എൻ്റെ ചേച്ചിയുടെ മുഖത്തടിച്ചെന്നും എന്നൊക്കെ എന്നോട് പറഞ്ഞു. ആ നന്ദിനിയാണ് എനിക്ക് വേണ്ടത്, ആ ചുണക്കട്ടിയായ നന്ദിനി. അതായത് നിങ്ങളുടെ നാട്ടുപുറത്ത് ചെന്നാൽ എല്ലാവർക്കും നന്ദിനിയെ പേടിയാണല്ലോ, അങ്ങനെയുള്ള നന്ദിനിയാണ് എനിക്ക് വേണ്ടത്, അല്ലാതെ ഒരു പൂച്ചക്കുഞ്ഞിനെയല്ല എനിക്ക് വേണ്ടതെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന നന്ദിനി, സൂര്യ സാർ അപ്പോഴത്തെ ആ സമയം എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി, എന്നാൽ ഇപ്പോഴത്തെ സമയം നീ അങ്ങനെയൊക്കെ ചെയ്യണം, എന്നാലാണ് നിനക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. സൂര്യ സാർ അങ്ങനെയല്ല, ഇവിടെ സൂര്യ സാറിനെ സ്നേഹിക്കുന്ന ആളുകളല്ലേ, സൂര്യ സാറിൻ്റെ ബന്ധങ്ങളല്ലേ, അതൊക്കെ ശരിയായിരിക്കാം. നിന്നെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ, നിനക്ക് നിലയും വിലയും ഈ വീട്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നീ മാറണം നന്ദിനി. അല്ല എങ്കിൽ നിനക്ക് ഉറപ്പായും ഈ വീട്ടിൽ ഏത് സമയത്താണ് തിരിച്ചടി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. ഇതേ സമയം നന്ദിനി പറയാണ്, സൂര്യ സാർ എനിക്ക് അങ്ങനെ പിന്നെ കഴിയില്ല, എന്നാൽ നീ കിട്ടിയത് മേടിച്ചോ, എന്നാൽ ഞാനിതങ്ങനെ വിടാൻ തയ്യാറല്ല. എന്നെ ജീവിതത്തിൽ നിന്നും അതായത് ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കിയവളാണ് എൻ്റെ ചേച്ചി, അവളെ ചേച്ചി എന്ന് വിളിക്കാൻ പറ്റില്ല, അവൾ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതാണ് അവളെ വിളിക്കേണ്ടതെന്നൊക്കെ പറയണം കേട്ടോ. ഇതേ സമയം അപ്പോഴത്തെ വാശിപ്പുറത്ത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുക, ജയിക്കാൻ വേണ്ടി ഒരാളെ കൊല്ലാനൊക്കെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, അതൊന്നും നടക്കത്തില്ല. എന്തായാലും നിന്നെ ഒരുപാട് തവണ എൻ്റെ അമ്മയും അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയും കൊല്ലാൻ ശ്രമിച്ചു, അപ്പോൾ നിന്നെ കൊല്ലാൻ കഴിയാത്തിൽ പിന്നീട് എന്നോടായി, നാളെ എൻ്റെ അമ്മയോടാവില്ല, എൻ്റെ അച്ഛനോടാവില്ല എന്നൊക്കെ എന്താ ഉറപ്പ് എന്നൊക്കെ പറയുമ്പോൾ, സൂര്യ സാർ ഇനി മതി നിർത്ത് എന്ന് പറയാം കേട്ടോ. ഇതിന് പ്രതികാരം എനിക്ക് ചെയ്യണം, അതിന് പ്രതികാരം ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് സൂര്യ താഴോട്ട് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ ഇന്ദ്രജയാണെങ്കിലോ ഉടൻ തന്നെ, നീ എന്താ സൂര്യ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത്, ഞാൻ ഓരോ തെറ്റുകൾ ചെയ്തു എന്ന് നീ ചേച്ചി എന്ന് നിങ്ങളെ വിളിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ഈ ചെയ്യുന്ന ഓരോ പ്രവൃത്തി ഉണ്ടല്ലോ, നിങ്ങളുടെ ഭർത്താവെന്ന ഈ പെൺകൊന്തനുണ്ടല്ലോ, എല്ലാ കാര്യത്തിനും നിങ്ങളുടെ കൂടെ വാല് പിടിച്ച് നടക്കുന്നതിന് നാളെ ഇയാൾക്കും കിട്ടും നിന്നിൽ നിന്നൊരു ശിക്ഷ, അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയട്ടോ. ഓ ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല എന്നിങ്ങനെ അവിടെ പറയുകയാണ് ഈ പറയുന്ന ഇന്ദ്രജട്ടോ. അപ്പോൾ ഈ സമയം ഇവർ തമ്മിൽ കയ്യാങ്കളി ആവുകയാണ്, വഴക്കാവുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുകയാണ്. CCTV ദൃശ്യം പോലും ഡിലീറ്റ് ചെയ്ത് നിന്നെ ഞാൻ ഇതേ സൂര്യ വായിൽ തോന്നിയത് വിളിച്ച് പറയരുത് കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും അവിടേക്ക് പത്മയും അതുപോലെ യതീന്ദ്രനെ എത്തുകയാണ്. അപ്പോൾ പത്മ പറയുമ്പോൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയോ. അപ്പോൾ യതീന്ദ്രൻ പറയുന്നത്, സൂര്യ ഇനി എന്തിനാ ഇതിൻ്റെ പേരിൽ വഴക്ക്, അങ്ങനെ വഴക്കല്ല അച്ഛാ, ഞാൻ ഉള്ള സത്യമാണ് പറയുന്നത്, ഇവൾ ഉണ്ടല്ലോ എൻ്റെ ഇവളെന്നോ എന്താ നീ പറയുന്നത് എന്ന് അവിടെ യതീന്ദ്രൻ പറയണേ. ഇവരെ ചേച്ചി എന്ന് ഇനി എനിക്ക് വിളിക്കാൻ കഴിയില്ല, കാരണം ഇവർ ചേച്ചിയുടെ സ്ഥാനത്തല്ല, ഇവർക്ക് ഒരു രക്തബന്ധത്തിൻ്റെയും വില അറിയില്ല, അതിനെങ്ങനെ പെറ്റമ്മയോട് പോലും ക്രൂരത കാണിച്ച ഒരു വ്യക്തിയല്ല ഈ നിൽക്കുന്ന സ്ത്രീ എന്ന് പറയും കേട്ടോ. പത്മ അപ്പോഴേക്കും, നീ എന്തൊക്കെയാടാ ഇന്ദ്രജയെക്കുറിച്ച് പറയുന്നത്, അതെ പെറ്റമ്മയോട് പോലും ക്രൂരത കാണിച്ചതാണ്. ആ സമയം ഇന്ദ്രജ അങ്ങനെ ഭയന്ന് പോവാണ് കേട്ടോ. പെറ്റമ്മയെ തോൽപ്പിക്കണമെന്ന ചിന്താഗതിയോടുകൂടി നടക്കുന്ന സ്ത്രീയാണ്. ഇവരെ നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട, നിങ്ങൾക്ക് ആദ്യം കിട്ടാവുന്ന ശിക്ഷ ഇവരിൽ നിന്നായിരിക്കും. നന്ദിനി എന്ന തോട്ടക്കാരിയെ നിങ്ങൾ വീഴ്ത്താൻ നോക്കുമ്പോൾ നിങ്ങളുടെ മകൾ തന്നെ നിങ്ങളെ വീഴ്ത്തുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ അവിടെ സൂര്യ പറയാണ്.
അപ്പോൾ സൂര്യ ഈ വാക്കുകൾ പറയുമ്പോൾ ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ പത്മക്ക് കഴിയുന്നില്ല. അപ്പോൾ പത്മ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അപ്പോഴേക്ക് യതീന്ദ്രൻ പറയണത് സൂര്യ വെറുതെ എന്തിനാ ഒരു വഴക്കുണ്ടാക്കുന്നത്? അങ്ങനെയല്ല ഡാഡി, ഇവർ ചെയ്ത ഓരോ പ്രവൃത്തിയും എൻ്റെ ചേച്ചി എന്ന് പറയുന്നവർ ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയോ? എന്നെ കൊല്ലാൻ നോക്കി. അത് നിങ്ങളാരും പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ എടുക്കാൻ നോക്കിയപ്പോൾ അതും ഇവരുടെ ഭർത്താവിനെ കൊണ്ട് ഇവരത് ഡിലീറ്റ് ചെയ്ത് എൻ്റെ റൂമിലും മറ്റുള്ളവരുടെ റൂമിലോട്ടും പാത്തും പതുങ്ങിയും ചെവിയോർത്തി നിൽക്കുന്ന വൃത്തികെട്ട സ്വഭാവമാണ് ഇവർക്ക്. ഇവരത് ചെയ്തതുകൊണ്ടാണല്ലോ. അത് കേൾക്കുന്ന ഇന്ദ്രജയ്ക്ക് ദേഷ്യം പിടിക്കണം കേട്ടോ. സൂര്യ, നീ വെറുതെ എന്നെക്കുറിച്ച് ഇല്ലാത്തത് പറയരുത് കേട്ടോ. നിൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ അടിച്ചു, അത് ഞാൻ ക്ഷമിച്ചു. ഒരു ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയെ ഇനി വേലക്കാരി എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ, നിങ്ങളെ ഞാൻ അതിലും തരം താഴ്ന്ന വാക്കായിരിക്കും ഉച്ചരിക്കുന്നത്. ഇത് കേട്ട ഉടനെ സൂര്യയോട് പത്മ ദേഷ്യപ്പെടണം. ഒന്ന് പോകുന്നുണ്ടോ, ഒന്ന് നിർത്തുന്നുണ്ടോ? ആര് പോവാൻ? പോകുന്നവർ ആരൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെവിയിൽ നുള്ളിക്കോ. ഞാനിതാ പറയുന്നു, ഇന്ന് നിങ്ങൾ ഈ വേലക്കാരി എന്ന് പറഞ്ഞ് നന്ദിനിയെ ഇങ്ങനെ നിങ്ങൾ പുച്ഛിക്കുന്നുണ്ടല്ലോ. എന്നാൽ ഈ നന്ദിനി എൻ്റെ ജീവിതത്തിലോട്ട് പിടിച്ചു കയറ്റിയത് ആരാണെന്നറിയോ എന്ന് പറയുമ്പോൾ ഈ സമയം ഇന്ദ്രജ ഒന്ന് പേടിച്ചു പോയിട്ടോ. അപ്പോൾ ഈ സമയം വേദ ആ വഴി വരികയാണ്. അപ്പോൾ വേദയാണെങ്കിലും താഴോട്ട് വരുന്ന വേദ മുകളിലോട്ട് തന്നെ കയറിപ്പോവാണ്. ഈശ്വര, ഇവന് ദേഷ്യം പിടിച്ചെല്ലാം വിളിച്ച് പറയുന്ന വേദക്ക് മനസ്സിലാവാണ്. അങ്ങനെ വേദം മുകളിലോട്ട് തന്നെ കയറുകയാണ് കേട്ടോ. ഇതേ സമയം ഇന്ദ്രജയാണെങ്കിൽ സൂര്യ, നിനക്കെന്താ? ഞാൻ പറയട്ടെ, എൻ്റെ മമ്മി എന്ന് പറയുന്ന ഇവരോട് ഞാൻ ഇനിയെങ്കിലും ആ സത്യങ്ങൾ പറയട്ടെ. ഇവർ ഇതും വിശ്വസിക്കില്ലായിരിക്കാം, ഇവരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. എൻ്റെ വിവാഹം ഇത്രയുമായി ഉറപ്പിച്ചതാണല്ലോ. ഇത്രയുമായി ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള പ്രതികാരം ഇത് തന്നെയായിരുന്നു. അതായത് അവളുടെ കഴുത്തിൽ താലി കെട്ടുക, പിറ്റേ ദിവസം അവളുമായി ഡിവോഴ്സ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു എൻ്റെ തീരുമാനം. അങ്ങനെ നിങ്ങളെ നാണം കെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയായിരുന്നു. എന്നാൽ മിത്ര അതിലും വലിയ പഠിച്ച കള്ളിയായിരുന്നു. എന്നാൽ ഇവളുണ്ടല്ലോ, അമ്മയെ തോൽപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് ഇവൾ ആദ്യമായി ഒരു നല്ല പ്രവൃത്തി എന്നോട് ചെയ്തത് ഈ നന്ദിനി എന്ന മഹാലക്ഷ്മി എൻ്റെ കയ്യിൽ പിടിച്ചു തന്നതാണ്. ഇവളും ഇവളുടെ അനിയത്തിയും ഈ നിൽക്കുന്ന അളിയനുണ്ടല്ലോ, ഈ പെൺകോന്തനായ അളിയൻ, പെണ്ണിൻ്റെ വാക്കും കേട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ സ്വന്തമായി ഒരു നിലപാടില്ലാത്ത ഈ അളിയനും കൂടിയാണ് എനിക്ക് നന്ദിനിയെ ചൂണ്ടിക്കാണിച്ചത്. നന്ദിനി പോലും അറിയില്ല ഈ സത്യം. നന്ദിനിയെ ചൂണ്ടിക്കാണിച്ച് ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയാൽ പത്മ മേഡം എന്നും ആളുകളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരുമെന്ന് ഇവളാണ് എന്നോട് പറഞ്ഞതെന്ന് പറയട്ടോ. വേണമെങ്കിൽ ആ കുട്ടിച്ചാത്തനെയും കൂടി വിളിച്ചോ, അമ്മയുടെ ചെറിയ മകള് കുട്ടിച്ചാത്തനുണ്ടല്ലോ, അതിനെയും കൂടി അങ്ങ് വിളിച്ചോ, അതും കൂടി പറഞ്ഞു തരുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഉടനെ പത്മ, എന്താടി ഞാൻ ഈ കേൾക്കുന്നത് സത്യമാണോ? ആ സമയം അവൾ പറയില്ല, അവൾ ഇനി അത് പറയില്ല. അപ്പോഴും അവൾ തല താഴ്ത്തി നിൽക്കേക്കും. മമ്മി, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ കേട്ടത് സത്യമാണോ എന്ന് നിന്നോട് ചോദിച്ചത്. ഈ നിൽക്കുന്ന സൂര്യയോട് നന്ദിനിയുടെ കഴുത്തിൽ താലി കെട്ടാൻ നീയാണോ പറഞ്ഞത്? അത് പിന്നെ മമ്മി, ഞാനത് പറയാനുള്ള കാരണം എന്ന് പറയുമ്പോഴേക്കും ഇന്ദ്രജയുടെ കാരണം നോക്കി പത്മ അങ്ങ് കൊടുക്കണേട്ടോ. എന്നിട്ട് പറയണേ, നീ ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കേട്ടോടെ തന്നെ മമ്മി, ഞാൻ അങ്ങനെ ചെയ്യാൻ അതിൻ്റേതായ ഒരു കാരണമുണ്ട്. മുദ്ര എന്തിനു വേണ്ടിയാണ് നമ്മുടെ കുടുംബത്ത് വരുന്നതെന്ന് ആ ഒരു ലക്ഷ്യം മനസ്സിലാക്കിയും കൊണ്ടാണ്. മമ്മിയെ മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കെടുത്താതിരിക്കാൻ വേണ്ടിയാണ്. മിത്രയുടെ കഴുത്തിൽ ആ സമയം എന്ത് പറഞ്ഞാലും അമ്മ താലികെട്ട് വേണ്ടെന്ന് വെക്കില്ല. അപ്പോൾ ഈ നിൽക്കുന്ന വേലക്കാരിയുടെ കഴുത്തിൽ താലി കെട്ടിയാൽ ഇന്നല്ലെങ്കിൽ നാളെ നീ ആരെയാടി വേലക്കാരി എന്ന് വിളിക്കുന്നത്? അപ്പോഴേക്കും സൂര്യ പറയണേ, ഇവൾ ഇനി അത് വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഡാഡി, ഞാൻ ഇവളുടെ കരണ നോക്കി ഒന്നങ്ങ് കൊടുക്കും. അപ്പോഴേക്കും യതീന്ദ്രൻ പറയണേ, ഇവിടുത്തെ മരുമകളാണ് ഈ നിൽക്കുന്ന നന്ദിനി. നീ തന്നെയല്ലേ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി സൂര്യയോട് പറഞ്ഞത്? അപ്പോൾ പിന്നെ നീ ഇവിടുത്തെ മരുമകളായി നീ അംഗീകരിക്കണം. പിന്നെ ഇനി നീ ഈ നന്ദിനിയെ വേലക്കാരി എന്ന് ഉപമിച്ചു കഴിഞ്ഞാൽ സൂര്യയിൽ നിന്ന് കിട്ടുന്ന അടി നീ അങ്ങ് വാങ്ങിച്ചോളൂ. നീ സൂര്യയുടെ മൂത്ത ചേച്ചിയാണെന്നുള്ള ആ സ്ഥാനം മറ്റുള്ളവരെല്ലാവരും അങ്ങ് മറന്നോട്ടെ എന്ന് പറഞ്ഞിട്ടോ. ഇതേ സമയം പത്മക്ക് സഹിക്കില്ല. പത്മക്ക് എന്ത് പറഞ്ഞാലും തലയിൽ കയറുന്നില്ല. പത്മ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ യതീന്ദ്രൻ വന്നിട്ട് ഇന്ദ്രജയോട് പറയാണ്, ആദ്യമായി കുടുംബത്തിന് വേണ്ടി നല്ലൊരു കാര്യം നീ ചെയ്തു, അതിൽ നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. അപ്പോൾ സൂര്യ പറയണേ, ശരിയാണ്, അതിൽ എനിക്കും നിന്നോട് നന്ദിയുണ്ട്. എൻ്റെ ജീവിതമേ ആകെ തൊലഞ്ഞു പോകുന്ന അവസ്ഥയിൽ നന്ദിനി എന്ന ഈ മഹാലക്ഷ്മിയെ എൻ്റെ കൈപ്പിടിച്ച് തന്നപ്പോൾ എനിക്കുണ്ടായ സന്തോഷമുണ്ടല്ലോ, എനിക്കുണ്ടായ മാറ്റമുണ്ടല്ലോ. പഴയ സൂര്യയിലോട്ട് ആവരുതെന്ന് കരുതിയിട്ടല്ലേ എന്നെ ഈ നന്ദിനിയെ കൈപ്പിടിച്ച് തന്നത്. എന്നാൽ
എൻ്റെ നന്ദിനി എന്നേതല്ലാതാക്കി മാറ്റി എന്നൊക്കെ പറയാണ് കേട്ടോ. ഈ സമയം പത്മ റൂമിലുള്ള സാധനങ്ങളൊക്കെ എറിഞ്ഞുടക്കുന്ന ആ ഒരു സീനാണ്. അപ്പോൾ എന്തായാലും ഇന്ദ്രജയ്ക്ക് ഇനി എന്തായാലും പത്മയിൽ നിന്ന് നല്ല ശിക്ഷയാണ് കിട്ടുന്നത്.